ശ്രീനാരായണ ഗുരവേ നമഃ. ഒരു നിമിഷം കണ്ണടച്ചാലോചിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സമത്വവും വിദ്യ നേടാനുള്ള അവകാശവുമെല്ലാം നമുക്ക് പണ്ടേയുള്ളതായിരുന്നു എന്ന് കരുതിയെങ്കിൽ നമുക്ക് തെറ്റി. വെറും 150 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ജനിച്ചു വളർന്ന ഈ കേരളം ജാതിയുടെയും മതത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും കടുത്ത ഇരുട്ടിലായിരുന്നു. മനുഷ്യനെ മൃഗത്തേക്കാൾ കഷ്ടമായി അകറ്റി നിർത്തിയ, ഒരു മനുഷ്യന്റെ നിഴൽ പോലും മറ്റൊരാളെ അശുദ്ധമാക്കിയ ഒരു ഭീകരമായ കാലഘട്ടം. ആ ഇരുണ്ട നാളുകളിലേക്കാണ് കേരളത്തിന്റെ ചരിത്രത്തെയും വിധിയെയും എന്നേക്കുമായി മാറ്റിയെഴുതാൻ ഒരു ദിവ്യപ്രകാശം കടന്നുവരുന്നത്. നമ്മെ മനുഷ്യരാക്കിയ, നമ്മെ ചിന്തിക്കാൻ പഠിപ്പിച്ച ആ യുഗപുരുഷന്റെ, ശ്രീനാരായണ ഗുരുദേവന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ സമ്പൂർണ്ണ ജീവിതകഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ നമ്മുടെ കേരളം ഇന്നത്തെ പോലെ സുന്ദരവും സമാധാനപരവും പ്രബുദ്ധവുമായിരുന്നില്ല. ജാതിയുടെയും മതത്തിൻ്റെയും കടുത്ത അന്ധവിശ്വാസങ്ങളുടെയും കറുത്ത ഇരുട്ടിലായിരുന്നു അന്ന് ഈ നാട്. മനുഷ്യനെ തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തവനുമായി അകറ്റി നിർത്തിയ കാലമായിരുന്നു അത്. താഴ്ന്ന ജാതിക്കാരെന്ന് മുദ്രകുത്തപ്പെട്ടവർക്ക് വഴി നടക്കാനോ, നല്ല വസ്ത്രം ധരിക്കാനോ, ചെരുപ്പുപയോഗിക്കാനോ, അറിവ് നേടാനോ ഒരവകാശവും ഉണ്ടായിരുന്നില്ല. ഒരു മനുഷ്യന്റെ നിഴൽ മറ്റൊരു മനുഷ്യന്റെ മേൽ പതിച്ചാൽ പോലും അശുദ്ധിയാകുന്ന ഭ്രാന്തമായ അവസ്ഥയായിരുന്നു അന്ന്. സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച ചരിത്രപരമായ പശ്ചാത്തലം ഇതായിരുന്നു. മൃഗങ്ങളെക്കാൾ കഷ്ടമായി മനുഷ്യനെ വേട്ടയാടിയ ആ ഇരുണ്ട നാളുകളിലേക്കാണ് കേരളത്തിന്റെ വിധി എന്നേക്കുമായി മാറ്റിയെഴുതാൻ ആ ദിവ്യപ്രകാശം കടന്നുവരുന്നത്. തിരുവനന്തപുരത്തെ ചെമ്പഴന്തി എന്ന കൊച്ചു ഗ്രാമത്തിൽ 1856 ആഗസ്റ്റ് മാസത്തിലെ ഒരു ചതയം നക്ഷത്രത്തിലാണ് വയലുകൾ നിറഞ്ഞ ആ ഗ്രാമത്തിലെ വയൽവാരം വീട്ടിൽ ഒരു ആൺകുഞ്ഞു ജനിക്കുന്നത്. മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകൻ. അവർ അവന് നാണു എന്ന് പേരിട്ടു. കുട്ടിക്കാലത്ത് തന്നെ നാണു മറ്റുള്ള കുട്ടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിരുന്നു. സാധാരണ കുട്ടികൾ കളികളിൽ ഏർപ്പെടുമ്പോൾ നാണുവിന് പ്രകൃതിയെ നിരീക്ഷിക്കാനും ഏകാന്തമായി ഇരിക്കാനുമായിരുന്നു താൽപ്പര്യം. വീടിനടുത്തുള്ള മണക്കൽ ക്ഷേത്രത്തിന്റെ പൂമുഖത്തും വിളക്കിൻ മുന്നിലും മണിക്കൂറുകളോളം കണ്ണടച്ചു ധ്യാനിച്ചിരിക്കുന്നത് നാണുവിൻ്റെ ഒരു സ്ഥിരം ശീലമായിരുന്നു. ബാല്യകാലത്ത് നാണുവിൻ്റെ ഉള്ളിൽ നിറഞ്ഞ സ്നേഹവും കാരുണ്യവും പ്രകടമാക്കുന്ന ഒരു കഥയുണ്ട്. അക്കാലത്ത് ജാതി വ്യവസ്ഥ കടുപ്പമായതിനാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യർക്ക് പൊതുവഴികളിൽ വരാൻ അനുവാദമില്ലായിരുന്നു. അവർ ദൂരെ മാറി നിന്ന് കൈകൂപ്പി നിൽക്കുമായിരുന്നു. എന്നാൽ കുഞ്ഞു നാണു ആരോടും പറയാതെ തൻ്റെ വീട്ടിലെ ഭക്ഷണവും പഴങ്ങളും തോട്ടത്തിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. മാതാപിതാക്കൾ ഇത് വിലക്കാൻ നോക്കിയപ്പോൾ അവരും നമ്മളെപ്പോലെ വിശപ്പുള്ള മനുഷ്യരല്ലേ എന്നായിരുന്നു ആ കുഞ്ഞിൻ്റെ ചോദ്യം. പഠിക്കാൻ അതീവ മിടുക്കനായിരുന്ന നാണു പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം കായംകുളത്തെ പ്രശസ്തനായ പണ്ഡിതൻ രാമൻപിള്ള ആശാന്റെ കീഴിൽ ഉപരിപഠനത്തിനായി ചേർന്നു. അവിടെ വെച്ച് അദ്ദേഹം സംസ്കൃതം, ഉപനിഷത്തുകൾ, ആയുർവേദം, ജ്യോതിഷം എന്നിവയിൽ ആഴത്തിലുള്ള അറിവ് നേടി. പഠനമെല്ലാം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ നാണുവിനെ നാട്ടുകാർ സ്നേഹത്തോടെ നാണു ആശാൻ എന്ന് വിളിച്ചു. കുട്ടികളെ പഠിപ്പിക്കാനും രോഗികൾക്ക് ആയുർവേദ മരുന്നുകൾ നൽകാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. എന്നാൽ ലൗകികമായ സുഖങ്ങളോ കുടുംബജീവിതമോ അദ്ദേഹത്തെ ഒട്ടും ആകർഷിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും വലിയൊരു ആത്മീയ സത്യത്തിന് പിന്നാലെയായിരുന്നു. ഒടുവിൽ തൻ്റെ ഉള്ളിലെ ആത്മീയ ദാഹം ശമിപ്പിക്കാൻ നാണു ആശാൻ സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചു. കാടും മലകളും താണ്ടി അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്തു. ഈ യാത്രയ്ക്കിടയിലാണ് തൈക്കാട് അയ്യഗുരുവിനെ പോലെയുള്ള യോഗിവര്യന്മാരെ അദ്ദേഹം കണ്ടുമുട്ടുന്നതും യോഗവിദ്യകൾ അഭ്യസിക്കുന്നതും. ഒടുവിൽ അദ്ദേഹം ചെന്നെത്തിയത് കന്യാകുമാരിക്കടുത്തുള്ള മരുത്വാമലയിലാണ്. അവിടെയുള്ള ജനവാസമില്ലാത്ത വന്യമൃഗങ്ങൾ നിറഞ്ഞ ഒരു പവിത്രമായ ഗുഹയിൽ അദ്ദേഹം കഠിനമായ ധ്യാനത്തിൽ മുഴുകി. നാളുകളോളം നീണ്ട കഠിന പ്രയത്നമായിരുന്നു അത്. വിശപ്പോ ദാഹമോ അറിയാതെയുള്ള ആത്മീയമായ ആഴങ്ങളിലേക്കുള്ള യാത്രയായിരുന്നു അത്. വന്യമൃഗങ്ങളായ പുലികളും പാമ്പുകളും ആ ഗുഹയിൽ അദ്ദേഹത്തിന് കാവലായി നിന്നു എന്ന് ചരിത്രം പറയുന്നു. കാട്ടിലെ മൃഗങ്ങൾ പോലും ആ ശാന്തതയ്ക്ക് മുന്നിൽ ശാന്തരായി മാറി. ഒടുവിൽ
ആ നിശബ്ദതയിൽ വെച്ച് അദ്ദേഹം ആത്മീയമായ പരമജ്ഞാനം കൈവരിച്ചു. പ്രകൃതിയോടും ഈശ്വരനോടും ഒന്നായ നിമിഷം. അവിടെ വെച്ച് നാണുവാശാൻ ജ്ഞാനിയായ ശ്രീനാരായണ ഗുരുവായി പുനർജനിക്കുകയായിരുന്നു. ധ്യാനത്തിൽ നിന്ന് ഉണർന്ന ഗുരുദേവൻ നേരെ നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള അരുവിപ്പുറം എന്ന മനോഹരമായ നദീതീരത്താണ്. അവിടെ വെച്ചാണ് കേരള ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഏറ്റവും വലിയ വിപ്ലവം നടക്കുന്നത്. വർഷം 1888. അന്നത്തെ കാലത്ത് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാനും വിഗ്രഹപ്രതിഷ്ഠ നടത്താനും ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു അധികാരം. മറ്റാർക്കും അതിനുള്ള അവകാശമില്ലായിരുന്നു. ഒരു ശിവരാത്രി നാളിൽ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് ആരാധിക്കാനൊരിടമില്ലെന്ന് മനസ്സിലാക്കിയ ഗുരുദേവൻ ഒരു പുതിയ വഴി കണ്ടെത്തി. അദ്ദേഹം നയ്യാറിലെ ആഴമുള്ള കയത്തിൽ മുങ്ങി അവിടത്തെ ഒരു കാട്ടുശിലയെ എടുത്ത് നെഞ്ചോടടക്കി കരയിലേക്ക് കയറി വന്നു. തുടർന്ന് ആ ശിലയെ അദ്ദേഹം അവിടെ പ്രതിഷ്ഠിച്ചു. ജാതിപ്രമാണികളും യാഥാസ്ഥിതികരും ഇതറിഞ്ഞ് കോപാകുലരായി ഓടിയെത്തി. അവർ ദേഷ്യത്തോടെ ഗുരുവിനോട് ചോദിച്ചു, ബ്രാഹ്മണനല്ലാത്ത നിനക്ക് എങ്ങനെ പ്രതിഷ്ഠ നടത്താൻ അധികാരം കിട്ടി? നീ ശാസ്ത്രവിധികൾ ലംഘിച്ചിരിക്കുന്നു. ഗുരു ഒട്ടും പ്രകോപിതനാകാതെ അത്യന്തം ശാന്തമായൊരു പുഞ്ചിരിയോടെ മറുപടി നൽകി, നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്, ബ്രാഹ്മണ ശിവനെയല്ല. ഈ ഒറ്റ മറുപടിയിൽ അഹങ്കാരികളുടെ നാവടങ്ങി. ചോദ്യം ചെയ്യാനാവാത്ത വിധം ശക്തമായിരുന്നു ആ വാക്കുകൾ. മനുഷ്യർക്കിടയിലെ ജാതിമതിലുകൾ തകർത്തുകളയാൻ ഗുരു നടത്തിയ ആദ്യത്തെ വലിയ വിപ്ലവമായിരുന്നു അത്. ആ ക്ഷേത്ര ചുമരുകളിൽ ഗുരു വിശ്വപ്രസിദ്ധമായ ആ വരികൾ എഴുതിവെച്ചു, ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഗുരുദേവൻ മനുഷ്യരുടെ ആത്മീയത മാത്രമല്ല, അവരുടെ ജീവിത സാഹചര്യങ്ങളും കഴിവുകളും കൂടിയാണ് മാറ്റിയെടുത്തത്. അതിനൊരു ഉദാഹരണമാണ് മലയാളത്തിലെ മഹാകവി കുമാരനാശാൻ. ചെറുപ്പകാലത്ത് കടുത്ത രോഗവും മാനസിക വിഷമങ്ങളും കാരണം തളർന്നുപോയൊരു യുവാവായിരുന്നു കുമാരൻ. അദ്ദേഹത്തെ മാതാപിതാക്കൾ ഗുരുവിൻ്റെ സന്നിധിയിലെത്തിക്കുകയായിരുന്നു. ഗുരു ആ യുവാവിൻ്റെ ഉള്ളിലെ അറിവിൻ്റെയും കവിതയുടെയും തിളക്കം തിരിച്ചറിഞ്ഞു. ഗുരു അദ്ദേഹത്തെ തൻ്റെ കൂടെ താമസിപ്പിച്ചു. പിന്നീട് ഉപരിപഠനത്തിനായി ബാംഗ്ലൂരിലേക്കും കൊൽക്കത്തയിലേക്കും ചെന്നൈയിലേക്കും അയച്ചു. അക്കാലത്ത് താഴ്ന്ന ജാതിയിലുള്ള ഒരാൾക്ക് ദൂരദേശങ്ങളിൽ പോയി പഠിക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. എന്നാൽ ഗുരുവിൻ്റെ ഇടപെടൽ കുമാരനെ ഒരു മഹാപണ്ഡിതനാക്കി മാറ്റി. പിന്നീട് മലയാള സാഹിത്യത്തെ വിപ്ലവകരമായി മാറ്റിമറിച്ച ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി തുടങ്ങിയ കാവ്യങ്ങൾ പിറന്നത് ഗുരു നൽകിയ ആ പ്രകാശത്തിൻ്റെ തണലിലാണ്. ഗുരുദേവന്റെ പ്രശസ്തി പിന്നീട് കേരളത്തിന് പുറത്തേക്കും വ്യാപിച്ചു. ഭാരതത്തിലെ വലിയ നേതാക്കളും ചിന്തകരും ഗുരുവിനെ കാണാനായി ശിവഗിരിയിലേക്കെത്തിത്തുടങ്ങി. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു വിശ്വകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ സന്ദർശനം. 1922 ടാഗോർ ശിവഗിരിയിലെത്തി ഗുരുവിനെ കണ്ടു. ഗുരുവിന്റെ ശാന്തമായ മുഖവും ആഴമുള്ള കണ്ണുകളും കണ്ട് അത്ഭുതപ്പെട്ട ടാഗോർ പിന്നീട് കുറിച്ചുവെച്ചത് ഇങ്ങനെയാണ്: ഞാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്, പല മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുവിനേക്കാൾ ആത്മീയ ചൈതന്യമുള്ള ഇത്രയും മഹാനായൊരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നീട് 1925 നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ഗുരുവിനെ സന്ദർശിക്കാൻ ശിവഗിരിയിലെത്തി. ജാതി വ്യവസ്ഥയെക്കുറിച്ചും തൊട്ടുകൂടായ്മയെക്കുറിച്ചും അവർ ദീർഘനേരം സംസാരിച്ചു. ഗുരുവിന്റെ ലളിതമായ ജീവിതശൈലിയും വലിയ ദർശനങ്ങളും ഗാന്ധിജിയിൽ വലിയ സ്വാധീനമുണ്ടാക്കി. ഈ കൂട്ടിക്കാഴ്ചകൾ തെളിയിക്കുന്നത് ഗുരു വെറുമൊരു പ്രാദേശിക സന്യാസിയായിരുന്നില്ല, മറിച്ച് ലോകമാദരിച്ച മഹാത്മാവായിരുന്നു എന്നാണ്. ഗുരുദേവൻ എപ്പോഴും ജനങ്ങളോട് പറഞ്ഞത്, ഈശ്വരഭക്തി കൊണ്ട് മാത്രം മനുഷ്യൻ രക്ഷപ്പെടില്ല, അതിന് വിദ്യാഭ്യാസവും സാമ്പത്തിക പുരോഗതിയും ആവശ്യമാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന അദ്ദേഹത്തിന്റെ സിംഹഗർജനം സമൂഹത്തിൽ വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തി. അദ്ദേഹം താഴ്ന്ന ജാതിക്കാർക്കായി വിദ്യാലയങ്ങൾ തുറന്നു, വ്യവസായങ്ങളും കൃഷിയും പ്രോത്സാഹിപ്പിച്ചു. പിന്നീട് ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച ഗുരു അവിടെ വെച്ച് ചരിത്രത്തിലെ ആദ്യത്തെ സർവ്വമത സമ്മേളനം വിളിച്ചുകൂട്ടി. ആ സമ്മേളനത്തിന്റെ കവാടത്തിൽ അദ്ദേഹം എഴുതിവെച്ചത്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നായിരുന്നു. എല്ലാ മതങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം ഒന്നാണെന്ന് ഗുരു ഓർമ്മിപ്പിച്ചു. മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം എന്ന് ഗുരു സ്ഥാപിച്ചു. 1928 സെപ്റ്റംബർ 20 കന്നിമാസത്തിലെ ആ അസ്തമയ സൂര്യനെപ്പോലെ ഗുരുദേവൻ വർക്കലയിലെ ശിവഗിരിയിൽ വെച്ച് തന്റെ ഭൗതിക ശരീരം വെടിഞ്ഞ് മഹാസമാധിയടഞ്ഞു.
അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞെങ്കിലും അദ്ദേഹം കൊളുത്തിവെച്ച ആ ആത്മീയ വെളിച്ചം ഇന്നും ഓരോ മലയാളിയുടെയും ഉള്ളിൽ അണയാതെ ജ്വലിച്ചു നിൽക്കുന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സമത്വവും വിദ്യാഭ്യാസവുമെല്ലാം ഗുരുദേവൻ അന്ന് ഉഴുതുമറിച്ച മണ്ണിലുണ്ടായതാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ഗുരുവിന്റെ വാക്കുകൾ ഇന്നും നാളെയും ഈ ലോകത്തിന് വഴികാട്ടിയായി നിലകൊള്ളും. ആ മഹത്വചനങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ചരിത്രങ്ങളും ഇൻട്രസ്റ്റിംഗ് കഥകളും കേൾക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.